ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ജൂൺ 5 പരിസ്ഥിതി ദിനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു എൻവിറോൺമെൻറ്റൽ ഡേയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിലും ക്ലബ്ബുകളിലും നടക്കുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് കേരളത്തിലെ പരിസ്ഥിതിയും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു എൻവിറോൺമെൻറ്റൽ ഡേയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ പരിസ്ഥിതിയും ഭൂമിശാസ്ത്രവും. എല്ലാ ക്വിസ് മത്സരങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ള ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകാറുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അവരെ നമ്മൾ ആ ഒരു വീഡിയോയിലെ വിന്നേഴ്സായി പ്രഖ്യാപിക്കാറുണ്ട്. അടുത്ത വീഡിയോയിലാണ് അത് പ്രഖ്യാപിക്കാറ്. അപ്പോൾ അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വെറുതെ ചോദ്യങ്ങൾ പറയുക, അതിൻ്റെ ഉത്തരം പറയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. വേണ്ട ചോദ്യങ്ങളിൽ അതിന് വേണ്ട എക്സ്പ്ലനേഷൻസും അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു നോട്ട് പുസ്തകം എടുത്ത് എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ക്വിസിൽ 1ാം സമ്മാനം ലഭിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ പരിസ്ഥിതിയും ഭൂമിശാസ്ത്രവും എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 44. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ 44 നദികൾ ടോട്ടലായി ഉണ്ട്. അതിൽ കിഴക്കോട്ട് അഥവാ ഈസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവറായിട്ടുള്ളത് 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിൻ്റെ പേര് കൂടി പഠിക്കുക. 44 എണ്ണത്തിൽ വെറും 3 എണ്ണം മാത്രമാണ് ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ 3 എണ്ണത്തിൻ്റെയും പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് ഭവാനി, രണ്ടാമത്തത് പമ്പാർ, മൂന്നാമത്തത് കബനി. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഭവാനി. ഭവാനി എന്ന് പറയുന്ന നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭവാനിയല്ല, പക്ഷെ കേരളത്തിൽ 3 എണ്ണമാണ്, 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഭവാനിയാണ് എന്ന് ഓർത്തിരിക്കുക. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ മുഴുവൻ നദികൾ എടുത്താൽ അതിലെ ഏറ്റവും നീളം കൂടിയത് ഏത്? ഉത്തരം പെരിയാറാണ്. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 2ാം സ്ഥാനത്താണ് ഭാരതപ്പുഴയുള്ളത്. പെരിയാറിൻ്റെ ഏകദേശം നീളം 244 കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ പോലെ ഓർത്തിരിക്കുക. വീഡിയോയിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ബാക്ക് വാട്ടർ ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഥവാ ബാക്ക് വാട്ടർ. 6ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റും കുറച്ച് ട്രിക്കിയുമായ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്?
ഉത്തരം ശാസ്താംകോട്ട തടാകം അല്ലെങ്കിൽ ശാസ്താംകോട്ട കായൽ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അഥവാ ഫ്രഷ് വാട്ടർ ലേക്കാണ്. അപ്പോൾ ഉത്തരമായിട്ട് ശാസ്താംകോട്ട തടാകം എന്നാണ് എഴുതേണ്ടത്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടി ഓർത്തിരിക്കുക. കൊല്ലം ജില്ലയിലാണ് ഈ ഒരു ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് ആണെന്ന് നിങ്ങൾക്ക് പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശാസ്താംകോട്ട തടാകം എന്നാണ്. വീഡിയോയിലെ 7ാമത്തെ ചോദ്യം, സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണിത്. എല്ലാ ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ചോദ്യമാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയുടെ നടുവിലൂടെ ഒഴുകുന്നത്. വീഡിയോയിലെ 8ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അഥവാ മണ്ണാർക്കാട് എന്ന സ്ഥലം ഓർമ്മയില്ലെങ്കിൽ കൂടി പാലക്കാട് എന്ന ജില്ല ഓർത്തിരിക്കുക. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ. 9ാമത്തെ ചോദ്യം, സൈലന്റ് വാലിയിലെ പ്രധാന ആകർഷണമായ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? അതായത് ഒരു സ്ഥലത്തെ നാഷണൽ പാർക്ക് ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്പെഷ്യലായ സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈലന്റ് വാലിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന മൃഗം അല്ലെങ്കിൽ സ്പീഷീസ് ഏതാണ്? ഉത്തരം സിംഹവാലൻ കുരങ്ങാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ പറയാറ് ലയൺ ടെയിൽഡ് മെക്കാഗ് എന്നാണ്. ലയൺ ടെയിൽഡ് മെക്കാഗ്. അപ്പോൾ ഉത്തരം എന്താണ്? സിംഹവാലൻ കുരങ്ങാണ് ഈ ഒരു സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം. അപ്പോൾ സൈലന്റ് വാലിയെ പറ്റി നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി തന്നെ അത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിലൂടെ ഒഴുകിപ്പോകുന്ന വളരെ പ്രധാനപ്പെട്ട നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ തന്നെ അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് സിംഹവാലൻ കുരങ്ങ് അല്ലെങ്കിൽ ലയൺ ടെയിൽഡ് മെക്കാഗ്. ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. അടുത്ത ചോദ്യം എല്ലാവർക്കും വളരെയധികം കൺഫ്യൂഷൻ നേരിടുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, എന്നാൽ കൃത്യമായി പറയാം. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. 11ാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ സ്മോളസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളവനം വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മംഗളവനം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. അപ്പോൾ സ്മോളസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? കൊച്ചിയിലെ മംഗളവനമാണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി പെരിയാറാണ്. ഇത് രണ്ടും മറന്നു പോകരുത്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ ഒറ്റൊരു ലയൺ സഫാരി പാർക്കേ ഉള്ളൂ. അതെവിടെയാണ്? ഉത്തരം നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് എന്നുകൂടി ഓർത്തിരിക്കുക. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ എന്ന് പറയുന്നതാണ്.
13ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ്, കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ചോദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയാം. പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനായി സർക്കാർ തലത്തിൽ കണ്ടെത്തിയിട്ടുള്ള വളരെ വലിയ വനപ്രദേശങ്ങളോ ജലാശയങ്ങളെയോ ആണ് ബയോസ്ഫിയർ റിസർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അതിൻ്റെ ഉത്തരം ഇനി പറയാം. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം കൂടി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1986. അപ്പോൾ കേരളത്തിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 2 എണ്ണമാണ്. അതിൽ ആദ്യം വന്നത് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. 1986 എസ്റ്റാബ്ലിഷ് ആയത്. അപ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ് അല്ലാതെ മറ്റേ ബയോസ്ഫിയർ റിസർവ് ഏതാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. അതിൻ്റെ പേര് കൂടി പഠിക്കുക. അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവ് വിതുര എന്നാണ് അതിൻ്റെ പേര്. ഇത് ഷെയർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 2 എണ്ണമാണ്. അതിൽ ആദ്യം വന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1986 എന്ന് കൂടി ഓർത്തിരിക്കുക. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള, അതായത് നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? ഇതും എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അല്ലെങ്കിൽ നോർത്തേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. നമ്മുടെ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇടുക്കിയിലെ മൂന്നാറിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര വർഷത്തിലൊരിക്കലാണ് ഈ ഒരു നീലക്കുറിഞ്ഞി ധാരാളമായി പൂക്കുന്നത്? ഉത്തരം 12 വർഷം. അതായത് 12 വർഷത്തിൽ മാത്രം ഒരിക്കൽ പൂക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പൂവാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി സ്ഥിതി ചെയ്യുന്നത്, അതായത് ഇത് എവിടെയാണ് പൂക്കുന്നത്? ഇടുക്കിയിലെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഇടുക്കി മൂന്നാർ എന്ന് ആ ഒരു സ്ഥലത്താണ്, ആ ഒരു പ്രദേശത്താണ് ഇത് പൂക്കുന്നത് എന്ന് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ എത്ര വർഷത്തിൽ ഒരിക്കലാണ് ഇത് പൂക്കുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 വർഷമാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബോണസ് ചോദ്യം ഇതാണ്. നമ്മുടെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇത് നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട 3ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം. എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ഏതാണ്? അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ആരൊക്കെയാണോ കമൻറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.